ഫ്രണ്ട്സ് എൻഎസ്എൻസ് സയൻസ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓർഗാനിക് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ പാർട്ടാണ് ക്ലാസ്സിൽ. നമുക്ക് ഇതിൽ ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ആൽക്കെയിൻസിനെ പറ്റി, അതായത് ഹൈഡ്രോ കാർബൺസ് ഒരു 10 എഴുതി തന്നിരുന്നു, മീഥേൻ മുതൽ ഡെക്കെയിൻ വരെ. നിങ്ങൾ അതൊക്കെ പഠിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. പദമൂലം, അതായത് വേർഡ് റൂട്ട് ഒക്കെ. അപ്പൊ ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ ഹോമോലോഗസ് സീരീസിലേക്കാണ് പോകുന്നത്. എന്താണ് ഹോമോലോഗസ് സീരീസ് എന്നുള്ളത് പറയാൻ പോവുകയാണ്. അതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ മീഥേൻ മുതൽ പെന്റേൻ വരെ മാത്രം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചിട്ടിരുന്ന സ്ട്രക്ചർ ഞാൻ ദാ ഇവിടെ വരച്ചിട്ടുണ്ട്. ആദ്യം മീഥേൻ, അത് കഴിഞ്ഞിട്ട് ഈഥേൻ, പ്രൊപ്പേൻ, ബ്യൂട്ടേൻ. ഈ 4 സ്ട്രക്ചറും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഘടന നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാർബൺ ആറ്റങ്ങളുടെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. കാർബണിന്റെ ഹൈഡ്രജന്റെ ഇടയിലും സിംഗിൾ ബോണ്ടേ ഉള്ളൂ. അപ്പോൾ മീഥേൻ ഒഴികെ ബാക്കി എല്ലാത്തിലും താഴേക്ക് വരുന്തോറും 2 കാർബണും അതിൽ കൂടുതലും ഉണ്ടായിരിക്കും. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് ഇടാൻ വന്നേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സിംഗിൾ ബോണ്ട് എക്സിസ്റ്റ് ബിറ്റ്വീൻ 2 കാർബൺ ആറ്റംസ് ഇൻ എ കോമ്പൗണ്ട് ഈസ് നോൺ ആസ് ആൽക്കെയിൻസ്. അതായത് ഏകബന്ധനം വഴി 2 കാർബൺ ആറ്റങ്ങളെ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങളെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അതിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ആൽക്കെയിൻസ്. അപ്പൊ സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സിനെ എല്ലാം നമ്മൾ ആൽക്കെയിൻസ് എന്നാണ് വിളിക്കുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം. ഈ ആൽക്കെയിൻസിന് ഒരു ജനറൽ ഫോർമുല ഉണ്ട്, ഒരു പൊതുവാക്യമുണ്ട്, CnH2n+2. അപ്പോൾ വേർ n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. ഈ ചെറിയ അക്ഷരം n എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെ, ഇവിടെ നമുക്ക് പെന്റ്, നിങ്ങൾക്ക് പെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ പെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 5 ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് പെന്റ് C5 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ജനറൽ ഫോർമുലയിലേക്ക് ഈ Cn എന്ന് പറഞ്ഞ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആണല്ലോ n, ഇവിടെ 5 ആണെന്ന് നമുക്കറിയാം പെന്റ് എന്ന് അറിയുമ്പോൾ. അത് പഠിച്ചെങ്കിലേ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ C5 n ഈസ് ഈക്വൽ ടു 5 എന്നാണ്. ഈ ഫോർമുലയിലേക്ക് ആ 5 ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. CnH2n+2, n-ന്റെ സ്ഥാനത്ത് C5 കൊടുത്തു. ഇനി H2 ഇവിടെ എഴുതിയിട്ടുണ്ട്, H2 2n എന്ന് പറഞ്ഞ 2 × n ആണല്ലോ. അപ്പൊ 2 × 5 + 2. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? C5 5 × 2 10 + 2 എത്ര? 12 അല്ലെ? C5H12. അത് തന്നെയാണല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായ ആൽക്കെയിൻസ് എന്ന് പറയുന്നതിന് ജനറൽ ഫോർമുല CnH2n+2 ആണ്. n നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിന്റെ ആൽക്കെയിൻസിന്റെ ജനറൽ റെപ്രസെന്റേഷൻ ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ ഒന്നും ഇല്ലാതെ ഒരു സ്കെൽറ്റൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെ സിംഗിൾ ബോണ്ടഡ് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിൽ പെട്ടെന്ന് വരണം അത് ആൽക്കെയിൻസ് ആണ്. അതിൽ n-ന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ അതിന്റെ ഫോർമുലയിലുള്ള ഹൈഡ്രജൻ ആറ്റത്തിന്റെ എണ്ണം കിട്ടും എന്നൊക്കെ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോലോഗസ് സീരീസ്. അതായത് കാർബൺ ആറ്റം ഇൻക്രീസസ് ബൈ 1 ആൻഡ് ഹൈഡ്രജൻ ബൈ 2 യൂണിറ്റ്സ്. കാർബൺ ഓരോരോ ആറ്റങ്ങൾ കൂടി വരുന്നു, ഹൈഡ്രജൻ ആണെങ്കിൽ 2 ആറ്റങ്ങൾ വീതം കൂടി വരുന്നു. ഇനി ആദ്യത്തെ മീഥേനും രണ്ടാമത്തെ ഈഥേനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നോക്കി, ഒരു കാർബൺ കൂടി 2 ഹൈഡ്രജൻ എന്ത് ചെയ്തു? കൂടി. അങ്ങനെയാണെങ്കിൽ അടുത്തടുത്ത 2 ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ്. ഇവർ രണ്ടും, മീഥേനും ഈഥേനും തമ്മിലുള്ള വ്യത്യാസം CH2 ഗ്രൂപ്പിന്റെ. പ്രൊപ്പേനും ബ്യൂട്ടേനും തമ്മിലുള്ള വ്യത്യാസവും എന്താണ്? ഒരു CH2 ഗ്രൂപ്പിന്റെ. ഇനി ഈഥേനും പ്രൊപ്പേനും തമ്മിലുള്ള വ്യത്യാസവും എന്ത് തന്നെ ആയിരിക്കും? ഒരു ഈഥൈൽ ഗ്രൂപ്പിന്റെ, ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമായിരിക്കും. മീഥൈൽ ഗ്രൂപ്പിന്റെ വ്യത്യാസമായിരിക്കും വരിക, ഒരു CH2 ഗ്രൂപ്പിന്റെ. അപ്പൊ നിങ്ങളത് ഇങ്ങനെ വരുന്ന ഒരു സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോലോഗസ് സീരീസ്. എ ഹോമോലോഗസ് സീരീസ് ഈസ് എ group of organic compounds with same general formula, similar chemical properties and successive members differ by a CH2 group. അതായത് ഈ വരുന്ന ഓരോ സംയുക്തങ്ങൾ തമ്മിലും എന്താണ്? ഒരു പൊതുവാക്യമുണ്ട്. അവർ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്ന ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമായിരിക്കും. അതേപോലെ തന്നെ സെയിം എന്താണ്? കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. ഇങ്ങനെ വരുന്ന സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോമോലോഗസ് സീരീസ്. അതാണ് നമ്മള് അപ്പൊ ഇതില് ഇപ്പൊ നമ്മൾ പഠിച്ചത് ആൽക്കെയിൻസ്. അപ്പോൾ ഓൾ ആൽക്കെയിൻസ് ആർ എന്താണ്, അല്ലെങ്കിൽ ഓൾ മെമ്പേഴ്സ് ഇൻ ആൽക്കെയിൻസ് ആർ എന്താണ്? ഹോമോലോഗസ് സീരീസ്. ഈ ആൽക്കെയിൻസിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം? ഹോമോലോഗസ് സീരീസ് എന്ന് വിളിക്കാൻ പറ്റും. അടുത്തത് ആൽക്കീൻസ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ആൽക്കെയിൻസ് ആണ്, സിംഗിൾ ബോണ്ടഡ് കോമ്പൗണ്ട്സ്. ഇനി ആൽക്കീൻസ് ആണ്. ഇവന്റെ ജനറൽ റെപ്രസെന്റേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, C+C. A double bond exists between 2 carbon atoms in a compound is known as alkenes. 2 കാർബൺ ആറ്റങ്ങൾക്കിടയ്ക്ക് ദ്വിബന്ധനം വരുന്ന സംയുക്തങ്ങൾ, കാർബൺ സംയുക്തങ്ങളെ വിളിക്കുന്ന പേരാണ് ആൽക്കീൻസ്, ആൽക്കീനുകൾ. അതിന് ഒരു പൊതുവാക്യമുണ്ട്, ജനറൽ ഫോർമുല ഉണ്ട്, CnH2n. മുമ്പേ CnH2n+2 ആയിരുന്നു, ഇപ്പോൾ CnH2n. ഇവിടെയും n ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. അതായത് n എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണമാണ്. നമ്മൾ ആൽക്കീൻസിനെ ഇതേപോലെ ഒരു സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ആക്കി കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. 2 കാർബൺ എഴുതി വെക്കുന്നു. എന്തായാലും ഒരു കാർബൺ വരുന്ന ഈ മീഥേൻ, ഒരു 2 കാർബണിനിടയിൽ മാത്രമേ ഡബിൾ ബോണ്ട് വരത്തുള്ളൂ. അപ്പൊ നമുക്ക് മീഥേൻ എന്നുള്ളതിന് എന്തില്ല? ആൽക്കീൻ ഇല്ല. 2 കാർബൺ തുടങ്ങുന്നത് മുതലുള്ളതിനെ നമുക്ക് ഡബിൾ ബോണ്ട് ചേർക്കാൻ പറ്റുള്ളൂ. 2 കാർബൺ ഇടയിൽ വരണം എന്ത്? ഡബിൾ ബോണ്ട്, ദ്വിബന്ധനം. ഞാൻ ആദ്യം 2 കാർബൺ വരച്ചു, അതിനിടയ്ക്ക് ഒരു ഡബിൾ ബോണ്ട് എഴുതി, ദ്വിബന്ധനം വരച്ചു. എന്നിട്ട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഈ കാർബണിനെ 4 വാലൻസി ആക്കാൻ വേണ്ടി ഇവിടെ 2 ഹൈഡ്രജനെ അപ്പോൾ വരികയുള്ളൂ. 1 2 3 4. അതേപോലെ ഇവിടെയും. അപ്പോൾ ഇതിനൊരു പേര് നമ്മളിടും. ഇതിന്റെ 2 കാർബൺ ഉള്ളതിന്റെ വേർഡ് റൂട്ട് അതിനാ ഞാൻ പഠിക്കാൻ പറഞ്ഞത് എത്തെന്നാണ്. അപ്പോൾ ബാക്കി ഇനി വരുന്ന പ്രിഫിക്സ്, അതായത് ANE നല്ല വരുന്നത് ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് ആൽക്കീൻ ENE ആണ് ഇവിടെ ചേർക്കേണ്ടത്. അപ്പോൾ പേര് വരുന്നത് ഈഥീൻ.
ഇനി അതിൽ എത്ര കാർബൺ ഹൈഡ്രജൻ ഉണ്ടെന്ന് നോക്കിയേ. C2 2 കാർബൺ. ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4 എണ്ണം ഉണ്ട്. C2H4. അപ്പോൾ ആൽക്കീൻസിന്റെ ഫസ്റ്റ് മെമ്പർ എന്ന് പറയുന്നത് C2H4 ആണ്. ആൽക്കീനുകളുടെ ആദ്യത്തെ അംഗം ഏതാണ്? C2H4. അപ്പോൾ ഇതിന്റെ മോളിക്കുലർ ഫോർമുല തന്മാത്രാ വാക്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, 3 കാർബണിനെ നിരത്തി വരച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കാർബണിനിടയിൽ എന്ത് വരയ്ക്കാം? ദ്വിബന്ധനം വരയ്ക്കാം, അതായത് ഡബിൾ ബോണ്ട് വരയ്ക്കാം. ഇവിടെ ഞാൻ ഫസ്റ്റ് 2 കാർബൺ ഇടയ്ക്ക് കൊടുത്തില്ല, ഈ ലാസ്റ്റ് 2 കാർബണിനിടയിൽ ഒരു ഡബിൾ ബോണ്ട് കൊടുത്തു, ദ്വിബന്ധനം കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ളതിലെല്ലാം ഹൈഡ്രജനെ ചേർത്തു. ഈ കാർബണും തമ്മിൽ ഒരു സിംഗിൾ ബോണ്ടേ ഉള്ളൂ, ഏകബന്ധനേ ഉള്ളൂ. അപ്പൊ ഇവിടെ കാർബണിന് ഒരു വാലൻസി, ഇവിടെ എല്ലാം 2, 3, 4 എന്ത് ചെയ്തു? ഹൈഡ്രജനെ ആഡ് ചെയ്തു. ഇനി ഈ നിൽക്കുന്ന കാർബണിന് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോണ്ട് ഉണ്ട്, റൈറ്റ് സൈഡിൽ 2 ബോണ്ട് ഉണ്ട്, 2 ബന്ധനമുണ്ട്. അപ്പൊ 2 1 3 ആയി. ഇനി 4 വാലൻസി വരണേ മുകളിൽ ഒരു ഹൈഡ്രജനെ ചേർക്കാവുള്ളൂ, മുകളിലോ താഴെയോ ചേർക്കാം. ഇനി അടുത്ത ലാസ്റ്റ് കാർബൺ നോക്കിക്കേ, 1 2 2 വാലൻസി മാത്രമേ നമ്മൾ ഇവിടെ കാണിക്കുന്നുള്ളൂ. എത്രയും കൂടി ഇനി വേണം? 4 ആവാൻ 2 വാലൻസിയും കൂടെ വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് 2 ഹൈഡ്രജൻ വരയ്ക്കാം. ഞാൻ ഇവിടെ മുകളിലേക്ക് റൈറ്റിലേക്ക് വരച്ചെന്നേ ഉള്ളൂ, താഴേക്കായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ട്രക്ചർ ഇപ്പൊ നമ്മൾ വാലൻസി വെച്ച് സംയോജകത വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ സംയോജകത എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇനി 3 കാർബൺ ഉള്ളതിന്റെ പദമൂലം, വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൊപ്പാണ് അല്ലെ. പ്രൊപ്പം എന്ന് എഴുതിയിട്ട് ദ്വിബന്ധനമായതുകൊണ്ട്, ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് എന്തുകൂടെ ചേർക്കുക? ENE എന്നും കൂടെ ചേർക്കുക. അപ്പോൾ അതിന്റെ പേര് കിട്ടി പ്രൊപ്പീൻ. കണ്ടോ? മലയാളത്തിൽ വരുന്നത്. ഇംഗ്ലീഷിലാണ് ശരിക്കും നമുക്ക് എഴുതിയിട്ട് ആ ENE ചേർക്കണമെന്നൊക്കെ പറയാൻ എളുപ്പമുള്ളത്. അതുകൊണ്ട് മലയാളം മീഡിയംകാർ ഇംഗ്ലീഷിലുള്ള നെയിമും കൂടെ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അപ്പൊ പ്രൊപ്പീൻ, അതിൽ ഇനി എത്ര കാർബൺ ഉണ്ട്? ഹൈഡ്രജൻ എത്ര ഉണ്ടെന്ന് നോക്കാം. 3 കാർബൺ ഉണ്ട്. അതേപോലെ 3ഉം 2ഉം 5ഉം 6 ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത മെമ്പറിനെ കിട്ടി. C3H6 ആണ് പ്രൊപ്പീനിലെ മോളിക്കുലർ ഫോർമുല, തന്മാത്രാ വാക്യം. ഈ പ്രൊപ്പീനെ തന്നെ ഞാൻ ഇവിടേക്ക് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഈ പ്രൊപ്പീൻ തന്നെയാണ് ഇവിടെ വരച്ചേക്കുന്നത്. പക്ഷെ എന്താ മാറ്റം? ഇവിടെ ലാസ്റ്റ് 2 കാർബണിലാണ് ഞാൻ ദ്വിബന്ധനം ഡബിൾ ബോണ്ട് ഇട്ടത്. ഇവിടെ ഞാൻ ഫസ്റ്റ് 2 കാർബണിൽ ഡബിൾ ബോണ്ട് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കാർബണിനിടയിലെ ദ്വിബന്ധനം വരയ്ക്കാവുന്നതാണ്. അപ്പൊ ഈ രീതിയിലായിരിക്കും അതിന്റെ ഘടന വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത് 2 കാർബണിനിടയ്ക്ക് ദ്വിബന്ധനം വന്നിട്ട് ബാക്കി എല്ലാത്തിനും 4 സംയോജകത, 4 വാലൻസി വരത്തക്കവണ്ണം ഹൈഡ്രജനെ ആഡ് ചെയ്യുക. എന്നിട്ട് ഓർ എന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത് എന്താണ്? ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുല, ഇതിന്റെ കണ്ടൻസ്ഡ് ഫോർമുലയാണ് ഇത്. നോക്കിയേ, സി കാർബൺ എത്ര? ഈ ഫസ്റ്റ് കാർബണിൽ എത്ര ഹൈഡ്രജൻ വരുന്നുണ്ട്? 2. അതുകൊണ്ട് ഞാൻ ഇവിടെ CH2 എന്ന് എഴുതി. ഈ ഡബിൾ ബോണ്ട് ദ്വിബന്ധനം ദാ ഇവിടെ എഴുതി. ഇനി അടുത്ത കാർബണിലേക്ക് ഒരു ഹൈഡ്രജനേ ഉള്ളൂ, അപ്പൊ CH എന്ന് എഴുതി. അവിടേക്ക് നമ്മൾ ബന്ധനം ബോണ്ട് വരയ്ക്കണമെന്നില്ല, CH എന്ന് തന്നെ എഴുതാം. ഇനി ഈ കാർബണിന് ഇടയ്ക്കുള്ള ബന്ധനം അവിടെ, അതായത് ആ ബോണ്ട് അവിടെ വരയ്ക്കണം. ഇനി CH3 കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട്, അതാണ് ഈ വരച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതുകയാണെങ്കിൽ തിരിഞ്ഞു വരും. ആദ്യം CH3 സിംഗിൾ ബോണ്ട്, അതായത് ഏകബന്ധനം, CH ദ്വിബന്ധനം ഡബിൾ ബോണ്ട്, CH2 അങ്ങനെ വരും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അത് എഴുതാൻ. അപ്പൊ നമ്മൾ 2 മെമ്പേഴ്സിനെ എഴുതിയിട്ടുണ്ട്. ഇനി 4 കാർബൺ വരുന്ന ഒരു ആൽക്കിനെ ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, 4 കാർബൺ എഴുതിയതിനു ശേഷം ആദ്യം 4 കാർബൺ എഴുതുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കാർബൺ ഇടയിൽ എന്താണ്? ദ്വിബന്ധനം ഡബിൾ ബോണ്ട് കൊടുക്കുക. ഞാനിവിടെ നടുക്ക് 2 കാർബൺ ഇടയിൽ കൊണ്ടുവന്ന് ദ്വിബന്ധനം കൊടുത്തു. എന്നിട്ട് ഈ കാർബൺ, അപ്പൊ ഇവിടെ ഒരു വാലൻസി ഉള്ളൂ, ബാക്കി 3 എടുത്ത് ഞാൻ ഹൈഡ്രജനെ ചേർത്തു. ഇനി ഈ രണ്ടാമത് നിൽക്കുന്ന കാർബണിനെ നോക്കിയാൽ ലെഫ്റ്റിൽ ഒരു ബന്ധനമുണ്ട്, ഒരു ബോണ്ട് ഉണ്ട്, റൈറ്റിൽ 2 ബോണ്ട് ഉണ്ട്, അതായത് ദ്വിബന്ധനമുണ്ട്. അപ്പൊ 2ഉം 1ഉം 3 ആയി. അപ്പൊ പിന്നെ ഒരു ഹൈഡ്രജനെ ഈ കാർബണിൽ ചേർക്കാവുള്ളൂ. ഒന്നീ മുകളിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ താഴേക്ക് ചേർക്കാം. അടുത്ത കാർബണും അതുപോലെ തന്നെയാണ്, 3 ബോണ്ട് വരുന്നു, ഒരു വാലൻസിയിൽ ഹൈഡ്രജൻ. അടുത്തതിൽ വരുവാണെങ്കിൽ ഒരു ബന്ധനം മാത്രമേ ഉള്ളൂ, ബാക്കി 3 ഹൈഡ്രജനെയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 4 കാർബൺ വരുന്നതിന്റെ വേർഡ് റൂട്ട് എന്താണെന്ന് വെച്ചാൽ ബ്യൂട്ട്. എന്നിട്ട് ഡബിൾ ബോണ്ട് വരുന്നത് കൊണ്ട് എന്തുകൂടെ ചേർത്തു? ENE, ഈൻ എന്നൂടെ ചേർത്തു. അപ്പോൾ പേര് ബ്യൂട്ടീൻ എന്നായി. മലയാളം മീഡിയംകാർ ബ്യൂട്ടീൻ ഉണ്ടോ? ബ്യൂട്ടീൻ എന്ന് നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമിലാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കാർബണിന്റെ ഹൈഡ്രജൻ എണ്ണം 3, CH3 സിംഗിൾ ബോണ്ട്, CH അതിവിടെ എഴുതി. ഡബിൾ ബോണ്ട് കൊടുക്കണം, അത് നിർബന്ധം. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഡബിൾ ബോണ്ട് ഇവിടെ കൊടുക്കുന്നു, ഇവിടെ CH, എന്നിട്ട് സിംഗിൾ ബോണ്ട് അതേപോലെ എഴുതി. ഈ കാർബണിൽ 3 ഹൈഡ്രജൻ, CH3. ഇതിന്റെ പേരാണ് ബ്യൂട്ടീൻ. അപ്പൊ നിങ്ങൾക്ക് അതേപോലെ അടുത്ത പെന്റീൻ എഴുതാം, ഹെക്സീൻ എഴുതാം, ഹെപ്റ്റീൻ എഴുതാം, ഒക്ടീൻ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 കാർബണിനിടയിൽ എന്ത് കൊടുത്താൽ മതി? ഡബിൾ ബോണ്ട് കൊടുത്തിട്ട് ഹൈഡ്രജനെ വാലൻസി അനുസരിച്ച്, സംയോജകത അനുസരിച്ചിട്ട് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ആൽക്കീൻസ് എന്ന് പറഞ്ഞ ഇവിടെ ഒരു സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതും എന്താണ്? ഹോമോലോഗസ് സീരീസ് ആണ്. നോക്കിയേ, കാർബണാറ്റ് ഇൻക്രീസസ് ബൈ 1 യൂണിറ്റ് ആൻഡ് ഹൈഡ്രജൻ ബൈ 2 യൂണിറ്റ്സ് അല്ലെ. ഇനി ആദ്യത്തെ 2 പേര് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന്റെ 2 ഹൈഡ്രജന്റെ, ഒരു CH2ന്റെ വ്യത്യാസമാണ്. 2ഉം 3ഉം തമ്മിലും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ആൽക്കെയിൻസും ഹോമോലോഗസ് സീരീസ് ആണ്. ഈ മെമ്പേഴ്സ് എല്ലാം ആൽക്കീൻസ് ആയിട്ട് വരുന്ന ഇവരും എന്താണ്? ഹോമോലോഗസ് സീരീസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ ഹോമോലോഗസ് സീരീസിന്റെ പ്രത്യേകത. ഈ ഹോമോലോഗസ് സീരീസിനായിട്ട് ദീസ് മെമ്പേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ എ ജനറൽ ഫോർമുല, എന്ത്? CnH2n.
അതേപോലെ തന്നെ ഈച്ച് മെമ്പേഴ്സ് ഡിഫർ ബൈ എ CH2 ഗ്രൂപ്പ്. ഓരോ മെമ്പർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമാണ്. ഇവിടെ ജനറൽ ഫോർമുല ഞാൻ CnH2n എഴുതിയിട്ടുണ്ട്. ഞാൻ എക്സാമ്പിൾ ഒന്നും കൊടുത്തിട്ടില്ല. ഇവിടെ ഈഥീനെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഈ എത്ത് 2 കാർബൺ ആണെന്ന് നമുക്കറിയാം. ഇവിടെ നിന്ന് കൊടുത്ത് നോക്കിയാൽ Cn എന്ന് പറയുമ്പോൾ C2, H2n എന്ന് പറയുമ്പോൾ 2 into 2, n എന്ന് പറയുമ്പോൾ 2 ആണല്ലോ. അപ്പൊ 2 into 2 എത്ര വരും? 4. അപ്പൊ C2H4 എന്ന് വരും. കണ്ടോ? അതേപോലെ C3H6, ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ C3H2 into 3 എത്ര കിട്ടും? 6. C3H6. അങ്ങനെയാണ് ഈ ആൽക്കീൻസിന്റെ എന്താണ് ജനറൽ ഫോർമുലയിൽ ഇവിടെയൊക്കെ അപ്ലൈ ചെയ്ത് മോളിക്കുലർ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് ആൽക്കൈൻസിലോട്ടും പോകാം. ആൽക്കൈൻസിൽ 2 കാർബണിന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടാണ്, അതായത് ത്രിബന്ധനമാണ് വരുന്നത്. ട്രിപ്പിൾ ബോണ്ട് ബിറ്റ്വീൻ 2 carbon atoms in a compound of hydrocarbon is alkynes. General formula of alkynes CnH2n minus 2, where n is equal to number of carbon atoms. ആൽക്കൈനുകളുടെ പൊതുവാക്യം CnH2n minus 2 എന്നാണ്. അതിൽ n എന്ന് പറയുന്നത് കാർബൺ ആറ്റങ്ങളുടെ എണ്ണം തന്നെയാണ്, മുമ്പേ പറഞ്ഞതുപോലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ 2 കാർബൺ വെച്ചിട്ടുള്ള ആൽക്കൈൻസിനെ എടുക്കാം. ട്രിപ്പിൾ ബോണ്ടാണ്, ത്രിബന്ധനം. ഇപ്പൊ 2 കാർബൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിന് നടുക്ക് ഞാൻ ട്രിപ്പിൾ ബോണ്ട് വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കാർബണിന് 4 വാലൻസി, ഇവിടെ റൈറ്റിൽ തന്നെ 3 വാലൻസി ഉണ്ട്, സംയോജകതയുണ്ട്. അപ്പൊ ഒന്നും കൂടെ മതിയല്ലോ 4 ആവാൻ. അതുകൊണ്ട് ലെഫ്റ്റിലേക്ക് ഒരു വാലൻസി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ കാർബണിനും എന്ത് ചെയ്യും? ലെഫ്റ്റിൽ 3 ഉണ്ട്, റൈറ്റിലേക്ക് ഒരു വര കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് ഒരു ഹൈഡ്രജൻ, ഇവിടെ റൈറ്റിലേക്ക് ഒരു ഹൈഡ്രജൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ ഒരു ആൽക്കൈനായി. ഇതിന് പേരിടണം. 2 കാർബൺ വരുന്നതിന്റെ വേർഡ് റൂട്ട് പദമൂലം എന്താണ്? എത്തെന്നാണ് അല്ലെ. എത്തെന്ന് എഴുതി അതിന്റെ കൂടെ എന്തുകൂടെ ചേർക്കുക? YNE ചേർക്കുക. ആദ്യം നമ്മൾ ആൽക്കൈൻസ് സിംഗിൾ ബോണ്ട് ആയിരുന്നപ്പോ ANE ആയിരുന്നു ചേർത്തത്, ആൽക്കൈൻസ്. പിന്നെ ഡബിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആൽക്കീൻസ് വന്നപ്പോൾ നമ്മൾ ENE ചേർത്തു, ഈഥീൻ, പ്രൊപ്പീൻ, ബ്യൂട്ടീൻ അങ്ങനെ വന്നു. ഇനി അടുത്ത നമ്മൾ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം വരുമ്പോൾ YNE ആണ് ചേർക്കേണ്ടത്. കണ്ടോ? ഈഥൈൻ. ഇത് ഇംഗ്ലീഷിൽ പറയുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാകാൻ എളുപ്പം. മലയാളത്തിൽ നമുക്ക് ഐൻ ചേർക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈഥൈൻ, ഈഥിന്റെ കൂടെ ഐനും കൂടെ ചേർക്കുമ്പോൾ ഈഥൈൻ എന്ന് വരും. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതിയേക്കുന്നത് നോക്കിയേ, CH ട്രിപ്പിൾ ബോണ്ട്, ഈ 3 ബോണ്ടാണ് എഴുതിയേക്കുന്നത്, CH. അതാണ് അതിന്റെ കണ്ടൻസ്ഡ് ഫോമുല. ഇനി ഇതിന്റെ എന്താണ് മോളിക്കുലാർ ഫോമുല, തന്മാത്രാ വാക്യം. നമ്മൾ നേരത്തെ ഈ ഹോമോലോഗസ് സീരീസ് കണ്ടുപിടിച്ച പോലെ ആൽക്കൈൻസിന്റെയും കണ്ടുപിടിക്കാൻ പോവാണ്. ഇവിടെ 2 കാർബണും 2 ഹൈഡ്രജനുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്മാത്രാ വാക്യം മോളിക്കുലാർ ഫോമുല കിട്ടി, C2H2. അപ്പോൾ ആൽക്കൈൻസ് എന്ന് പറയുന്ന ഹോമോലോഗസ് സീരീസിലെ ആദ്യത്തെ മെമ്പർ ആരാണ്? C2H2, അതായത് ഈഥൈൻ ആണ്. ഇനി ഞാൻ അടുത്ത് എഴുതിയിട്ടുണ്ട്, ഒരു 3 കാർബൺ വരച്ചിട്ട് അതിൽ ആദ്യത്തെ 2 കാർബണിനിടയിൽ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ഒരിടത്ത് ട്രിപ്പിൾ ബോണ്ട് കൊടുത്താൽ മതിയാവും, ഒരു പൊസിഷനിൽ മാത്രം. അപ്പൊ ആദ്യത്തെ 2 കാർബണിനിടയിൽ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു. ആദ്യത്തെ കാർബണിന് 4 ആക്കാൻ വേണ്ടി ഒരു ഹൈഡ്രജൻ കൊടുത്തു. ഈ നിൽക്കുന്ന രണ്ടാമത്തെ കാർബണിൽ ഹൈഡ്രജൻ വേണോ? കാരണം ഇവിടെ നോക്കിയാൽ ലെഫ്റ്റിൽ 3 വരെയും റൈറ്റിൽ 1 വരെയും ഉണ്ട്. അപ്പൊ തന്നെ അതിന് 4 വാലൻസി കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റില്ല? ഇനി ഹൈഡ്രജൻ കൊടുത്താൽ കാർബണിന്റെ വാലൻസി സംയോജകത എത്രയായി മാറും? 5 ആയിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ ഹൈഡ്രജന്റെ ആവശ്യമില്ല. അടുത്ത കാർബൺ ഫ്രീ ആയിട്ട് നിൽക്കുകയായിരുന്നു, ഇവിടെ ഒരു വാലൻസി ഉള്ളു. അതുകൊണ്ട് നമ്മൾ ഇവിടെ 3 ഹൈഡ്രജൻ കൊടുത്തു അല്ലെ. ഇവിടെ ഇപ്പൊ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ വരുന്നതിന്റെ പദമൂലം അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്താണ്? പ്രൊപ്പ്. പ്രൊപ്പിന്റെ കൂടെ എന്തുകൂടെ ചേർത്തു? YNE കൂടെ ചേർത്തു. അപ്പൊ പ്രൊപ്പൈൻ എന്നായി അതിന്റെ പേര്. പ്രൊപ്പ് പദമൂലത്തിന്റെ കൂടെ ഐനും കൂടെ ചേർത്തപ്പോൾ പ്രൊപ്പൈൻ എന്നായി. ഇനി ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമുല നോക്കിയാൽ CH എന്ന് ഇവിടെ എഴുതി. ഈ ട്രിപ്പിൾ ബോണ്ട് അതുപോലെ എഴുതി. C മാത്രമേ ഉള്ളൂ നടുക്ക്, ഹൈഡ്രജൻ ഇല്ല. ഈ സിംഗിൾ ബോണ്ട് എഴുതി. അടുത്തത് CH3 എന്ന് എഴുതി. കണ്ടോ? ഇതാണ് അതിന്റെ കണ്ടൻസ്ഡ് ഫോമുല. ഇനി നമുക്ക് തന്മാത്രാ വാക്യം വേണം അല്ലെ, അതായത് മോളിക്കുലർ ഫോമുല. അത് ഞാൻ ഇവിടെ എഴുതുന്ന 1, 2, 3 കാർബൺ, ഇവിടെ C3. ഇനി H എത്ര ഉണ്ട്? ഒരു ഹൈഡ്രജൻ, ഇവിടെ 3 ഹൈഡ്രജൻ, 4. അപ്പൊ C3H4 ആണ് രണ്ടാമത്തെ മെമ്പർ. നോക്കിയേ, ഇവിടെ ഒരു കാർബൺ കൂടി വന്നു, 2 ഹൈഡ്രജൻ കൂടി വന്നു. മുമ്പേ പോലെയുള്ള ഹോമോലോഗസ് സീരീസിലേക്ക് പോലെ തന്നെ ഇവിടെയും വന്നു. അപ്പോൾ പ്രൊപ്പൈൻ നിങ്ങൾക്ക് മനസ്സിലായി. ആ പ്രൊപ്പൈന്റെ തന്നെ പൊസിഷൻ മാറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടെണ്ണം. ആദ്യത്തെ കാർബൺ 2 കാർബൺ, ഒന്നാമത്തെ കാർബണിൽ ഇല്ല, രണ്ടാമത്തെ കാർബണിൽ കൊണ്ട് ട്രിപ്പിൾ ബോണ്ട് കൊടുത്തിട്ട് അതിന്റെ സ്ട്രക്ചർ എഴുതിയേക്കുന്നതാണിത്. അപ്പോഴും പേരൊന്നും മറന്നില്ല, പ്രൊപ്പൈൻ എന്ന് തന്നെയാണ്. 3 കാർബൺ അടങ്ങിയിട്ടുള്ള ട്രിപ്പിൾ ബോണ്ട്, ത്രിബന്ധനമുള്ള കോമ്പൗണ്ട്, സംയുക്തം. അതുകൊണ്ട് അതിനെ പ്രൊപ്പ് എഴുതി, YNE എന്ന് എഴുതി, പ്രൊപ്പൈൻ എന്ന് തന്നെ പേര്. പക്ഷേ കണ്ടൻസ്ഡ് ഫോമുലയിൽ വ്യത്യാസം വരുന്നു. നോക്കി, CH3 എന്നിട്ട് സിംഗിൾ ബോണ്ട് ഏകബന്ധനം, ഇവിടെ C അതുപോലെ എഴുതുന്നു. പിന്നെ ട്രിപ്പിൾ ബോണ്ട് ത്രിബന്ധനം എഴുതി, എന്നിട്ട് CH. കണ്ടോ? ഈ കണ്ടൻസ്ഡ് ഫോമിലെയും ഈ കണ്ടൻസ്ഡ് ഫോമിലെയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഹൈഡ്രജന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. കണ്ടാകുമ്പോൾ നമുക്ക് ഈ 2 രീതിയിൽ എഴുതാം, രണ്ടും ശരിയാണ്. അപ്പോൾ അടുത്തത് വരുന്നത് എന്താണ്? ബ്യൂട്ട് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. 4 കാർബൺ എഴുതിയിട്ട് അതിന് നടുക്ക് തന്നെ 2 കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് കൊടുത്തു, ത്രിബന്ധനം കൊടുത്തു. എന്നിട്ട് ഇവിടെ നോക്കി, 3 ഹൈഡ്രജൻ, ഈ കാർബണിന് വാലൻസി. ഈ 2 കാർബണിനും ഹൈഡ്രജൻ വേണ്ട. ഈ കാർബണിന്റെ ലെഫ്റ്റിൽ ഒരു വാലൻസി ഉണ്ട്, നടുക്ക് 3 വാലൻസി ഉണ്ട്. അപ്പൊ തന്നെ 4 ആയി. ഇനി അടുത്ത കാർബൺ, മൂന്നാമത്തെ കാർബണിന് 3 വാലൻസി 1, 4 ആയി.
അപ്പോൾ ഈ 2 കാർബണിന് എന്ത് വേണ്ട? ഹൈഡ്രജൻ വേണ്ട. ഈ കാർബൺ വന്നപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 3 ഹൈഡ്രജനും കൂടെ അവിടെ ആഡ് ചെയ്തു. അപ്പോൾ അതിനെന്തായി? 4 വാലൻസി, 4 സംയോജകതയായി. ഇതിന്റെ കണ്ടൻസ്ഡ് ഫോമിൽ എഴുതിയേക്കുന്നത് CH3, ഈ സി ഇവിടെ എഴുതി, ട്രിപ്പിൾ ബോണ്ട് അതുപോലെ എഴുതി, സി സിംഗിൾ ബോണ്ട് ഏകബന്ധനം, CH3 കാർബണിൽ 3 ഹൈഡ്രജൻ. കണ്ടോ? അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈ റൈറ്റ് സൈഡിൽ ഈ പൊസിഷൻ ഒന്ന് മാറ്റി എഴുതിയെന്നേ ഉള്ളൂ. ആദ്യത്തെ 2 കാർബണിൽ ട്രിപ്പിൾ ബോണ്ട് കൊടുത്ത് എഴുതിയതാണിത്. അപ്പൊ ഇതിന്റെ പേരെന്ത് വരും? 4 കാർബൺ വരുന്നതിന്റെ പദമൂലം ബ്യൂട്ട് എന്നാണ്. അതിന്റെ കൂടെ YNയും കൂടെ ചേർത്തപ്പോൾ ബ്യൂട്ടൈൻ, ബ്യൂട്ട് പ്ലസ് ഐൻ എന്ന് ചേർത്തപ്പോൾ എന്തായി? ബ്യൂട്ടൈൻ. ഇനി അതിന്റെ തന്മാത്രാ സൂത്രം കൂടെ എഴുതാം. കാർബൺ 4 എണ്ണം നോക്കിയേ. ഇനി ഹൈഡ്രജൻ എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 ഹൈഡ്രജൻ, C4H6. ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഈ ഇത് 3 എണ്ണവും എന്ത് തന്നെയാണ്? ഹോമലോഗ സീരീസിൽ വരുന്ന മെമ്പേഴ്സ് തന്നെയാണ്. ഒരു CH2 ഗ്രൂപ്പിന്റെ വ്യത്യാസമുണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ സെയിം ആയിരിക്കും. ജനറൽ ഫോർമുല എന്താണ്? പൊതുവായ ഒന്നാണ് CnH2n-2. ഇവിടേക്ക് നമുക്ക് ഈ C2 കാർബണിന്റെ എണ്ണം 2 ഒന്ന് ഈ ഇക്വേഷനിലേക്ക് ഒന്ന് കൊടുത്ത് നോക്കിയേ. C2H2 × 2 എത്ര? 4. 4 - 2 എത്രയാണ്? 2 അല്ലെ? അപ്പൊ C2H2 എന്ന് കിട്ടി. കണ്ടോ? അപ്പോൾ ഈ വാക്യത്തിലേക്ക് കാർബണിന്റെ എണ്ണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി താഴോട്ട് അല്ല ഇന്തുമേ എഴുതാതെ തന്നെ നമുക്ക് ഇതിന്റെ അടുത്ത മെമ്പറിനെ എഴുതാൻ പറ്റും. കാർബൺ 1 കൂടുന്നു, C5, ഹൈഡ്രജൻ 2 കൂടുന്നു, H8. അപ്പൊ C5H8 എന്നായി. അങ്ങനെ അടുത്തടുത്ത മെമ്പേഴ്സിനെ ഓരോ കാർബൺ കൂട്ടി 2 ഹൈഡ്രജൻ കൂട്ടി അങ്ങനെ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഹോമലോഗ സീരീസ് കിട്ടും. ഇതാണ് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ്. ഇതിന്റെ എല്ലാം ജനറൽ ഫോമിലെയും എങ്ങനെയാണ് സ്ട്രക്ചർ എഴുതുന്നത് എന്നുള്ളതും പഠിച്ചു വെക്കണം. ഇത് 9th ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ചാപ്റ്ററിനെ നമ്മൾ IUPAC നെയിമിങ്ങിലോട്ട് കയറുന്നതിന് മുൻപായിട്ട് ഇത്രയും കാര്യം നിങ്ങൾ ബൈഹട്ടാക്കി വെച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ളത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ IUPAC നെയിമിംഗ് ആണ് പറയുന്നത്.